107ാമത്തെ സൂറത്തായ സൂറത്തുൽ മാഊൻ. ആ സൂറത്തിന് നൽകിയിരിക്കുന്ന പേര് തന്നെ പരോപകാര വസ്തുക്കൾ എന്നാണ്. 7 ആയത്തുകളാണ് ഇതിലുള്ളത്. ഇത് മക്കയിൽ അവതരിച്ച സൂറത്താണ്. ഇപ്പോൾ മക്കയിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലഘട്ടം എന്ന് പറയുന്നത് ഒരു ആചാര അനുഷ്ഠാനങ്ങളുമില്ല, അധർമ്മങ്ങളിൽ നിന്നും ധർമ്മത്തിലേക്ക് മനുഷ്യനെ നടത്തുക എന്നുള്ള ഏറ്റവും വലിയ ദൗത്യത്തിലായിരുന്നു അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോൾ ആ മക്ക കാലഘട്ടത്തിൽ ഇറങ്ങിയ ഈ ഒരു ചെറിയ സൂറത്ത് സൂചിപ്പിക്കുന്നത് തന്നെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. 1ാമത്തെ ആയത്തിലൂടെ പറയുന്നത് അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. ഈ ആയത്തിനൊരു പ്രത്യേകതയുണ്ട്. ഖുർആനിലൂടെ പടച്ചോ നമ്മളോട് സംവദിക്കുമ്പോൾ ആദ്യം സംസാരിക്കുന്നത് തന്നെ പോസിറ്റീവായ കുറച്ച് കാര്യങ്ങളായിരിക്കും. പക്ഷേ ചില സന്ദർഭങ്ങളിൽ വളരെ ഗൗരവമേറിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കുറച്ച് കാർക്കശ്യത്തോടു കൂടി അള്ളാഹു നമ്മോട് സംവദിക്കാറുണ്ട്. ഇവിടെ സംവദിക്കുന്നതും ചോദ്യമാണ്, മതത്തെ കളവാക്കിയവനെ നീ കണ്ടുവോ എന്ന്. സൂറത്തിൻ്റെ തുടക്കം അങ്ങനെ ആവുമ്പോൾ ബാക്കിയുള്ള ആയത്തുകൾ നമ്മളൊന്ന് പരിശോധിക്കേണ്ടി വരുന്നു. ഫദാലികല്ലദീ യദ്ഉൽ യതീം. നമ്മുടെ പരിസര പ്രദേശങ്ങളിലും നമ്മുടെ അയൽവക്കങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലുമൊക്കെ അനാഥരായ ആളുകളുണ്ട്. അവരെ പരിഗണിക്കാത്തവരുണ്ടോ? അവർ മതത്തെ കളവാക്കിയവരാണെന്നാണ് പടച്ചോൻ പറയുന്നത്. ശേഷമുള്ള ആയത്ത് പറയുന്നത് വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ. നിങ്ങളുടെ സമീപത്ത് പട്ടിണി കിടക്കുന്ന ആളുകളുണ്ട്, പാവപ്പെട്ടവരായ ആളുകളുണ്ട്. അവർ ഭക്ഷണം കഴിച്ചോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? അത് അന്വേഷിക്കാത്തവൻ മതത്തെ കളവാക്കിയവനായിട്ടാണ് പടച്ചവൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്.